ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വളക്കാപ്പ് ഫംഗ്ഷന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വളക്കാപ്പ് ഫംഗ്ഷൻ എന്നൊന്നും പറയാം, ആ ഒരു ഫംഗ്ഷനും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേട്ടോ. കാരണം അത് 7ാമത്തെ മാസത്തിൽ നടത്തുന്ന ഒരു ചടങ്ങാണ്. എനിക്കിപ്പോൾ 9ാമത്തെ മാസമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് ഓൾറെഡി മുന്നേ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് വളയും കൂടി ഇട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് തലേ ദിവസം കുറച്ച് വള വാങ്ങി അങ്ങനെ എടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് കണ്ണും ചെറുതായിട്ടൊന്ന് എഴുതിയതും കണ്ണിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദേ BB ക്രീമാണ് യൂസ് ചെയ്യണത്. എൻ്റെ മുഖത്തിപ്പോൾ എന്താണെന്നറിയില്ല ഗൈസ്, കുറേ നാളായിട്ട് എനിക്ക് ഫൗണ്ടേഷൻ ഒട്ടും പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും ഫൗണ്ടേഷൻ വെറുതെ എനിക്ക് ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ BB ക്രീം എന്നെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ്റെ എഫക്റ്റ് തന്നെ നല്ല ഒരു അത്യാവശ്യം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ BB ക്രീം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറേ എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കഴുത്തിലും അതുപോലെ ചെവിയിലും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഞാനിപ്പോൾ കുറച്ച് നെറ്റിയുമൊക്കെ കുറച്ച് അധികം തന്നെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സാവധാനമാണ് ഇത് ബ്ലെൻഡായി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പയ്യെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ചുണ്ടുമ്പലും പുരുകത്തുമ്പോൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ലാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമല്ലോ പുരുകവും ലിപ്പും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഐഷാഡോ പാലറ്റിൽ ബ്രൗൺ കളറ്, അതായത് എനിക്ക് ഐഷാഡോ ഇടാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഇടാനൊന്നും അറിയില്ല. അപ്പോൾ നല്ല കളേഴ്സൊക്കെ ഇപ്പോൾ പിങ്ക് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇട്ടില്ലെങ്കിൽ അതൊരു അപാകതയായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രൗൺ കളറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ വല്ലാണ്ട് ഉദിച്ച് നിൽക്കില്ല, കുളമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറിയൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രൗൺ ആണ് എടുത്തിട്ട് നമ്മുടെ 2 കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ. ആദ്യം ഞാൻ മുകളിൽ കണ്ണ് എഴുതണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വഴിയെ എഴുതുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഐഷാഡോ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറണ്ട് പോയി. അപ്പോൾ ഞാൻ ഹാളിലേക്ക് നമ്മുടെ സ്റ്റാൻഡും ഫോണും ഒക്കെ കൊണ്ട് ഹാളിൽ വന്നിരുന്നിട്ടാണ് കണ്ണ് എഴുതുന്നത് കേട്ടോ. പിന്നെ ഫോണിലേക്ക് നോക്കിയിട്ട് എനിക്ക് ഒട്ടും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ കണ്ണ് നല്ല രീതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കുഞ്ഞൊരു പൊട്ടും അതുപോലെ തന്നെ നമ്മുടെ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും തൊട്ടുന്ന ആ ഒരു സെയിം പൊട്ട് തന്നെയാണ്. കാരണം സാരി ചെയ്തുകൊണ്ടാണ് കേട്ടോ. വേറെ വല്ല ഡ്രസ്സൊക്കെ ആണെങ്കിലാണ് കല്ലൊക്കെ കുത്തുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ, കല്ല് പൊട്ടുണ്ടല്ലോ അങ്ങനത്തെ. അപ്പോൾ എന്തായാലും സാരി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കറുത്ത പൊട്ട് തന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ സിന്ദൂരം വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിന്ന് ഇടാൻ പോകുന്നത് ഈ ഒരു ഡാസ്ലറിൻ്റെ 34 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ല ബ്രൈറ്റ് റെഡ്, ഒരു പ്രത്യേക റെഡാണ്. അത് മാത്രമല്ല എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുക ഗൈസ്, ഈ ഒരു സംഭവം ഞാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. നല്ല പോലെ ലാസ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്തു. എനിക്ക് ലിപ്സ്റ്റിക്ക് റീഅപ്ലൈ ചെയ്യേണ്ട വന്നേ ഇല്ല. അതേപോലെ ഇത് ഇട്ട അങ്ങനെ തന്നെ എനിക്ക് കുറേ നേരം, അത് ഇത് രാവിലെ ഞാൻ ഇപ്പോൾ ഇടുന്നത്, അത് ഈ ഒരു ഫോട്ടോ സാരി എടുത്തിട്ടുള്ള ഫോട്ടോ ഞങ്ങൾ ഉച്ച വരെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിയുന്ന വരെ ചുണ്ടിൻ്റെ അതായത് ലിപ്സ്റ്റിക്കിന് മാത്രം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഇന്നാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യണത് കേട്ടോ. പിന്നെ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്മിറ്റ് എന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു കുഞ്ഞൊരു ബ്ലഷാണ്, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ കറണ്ട് പോയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് ഫോണിലേക്ക് നോക്കിയിട്ട് ഒട്ടും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കറണ്ട് വന്നപ്പോൾ വേഗം തന്നെ വീണ്ടും എൻ്റെ റൂമിലേക്ക് തന്നെ പോയി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വേഗം ചെയ്യാൻ കേട്ടോ. ടൈം ഒട്ടും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ വന്നിട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് 3 പേരുണ്ടായിരുന്നു. അങ്ങനെ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലഷ് ഇട്ടത് നല്ല രീതിയിൽ അപ്ലൈ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഐലൈനർ വെച്ച് മുകളിൽ എഴുതി. ഞാൻ ആദ്യം അടിയിൽ മാത്രം മതി എന്നാണ് വിചാരിച്ചത്. പിന്നെ എന്തോ ഒരു കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ മുകളിലും കൂടിയും ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്തു. വല്ലാണ്ട് വീതിയിലൊന്നും എഴുതിയിട്ടില്ല, എന്നാലും ചെറുതായിട്ട് എഴുതി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ താഴെ എഴുതിയിട്ടുള്ള കൺമഷി വല്ലാണ്ട് അങ്ങനെ പറന്ന് പോയി പ്രേതത്തിൻ്റെ പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഐലൈനർ കൊണ്ട് നമ്മളെല്ലാവരും ചെയ്യണം, സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ചെയ്യുന്ന കാര്യമാണ് കൺമഷി കൊണ്ട് എഴുതിയിട്ട് മുകളിൽ ഐലൈനർ കൊണ്ട് എഴുതുക എന്നുള്ളത്. പിന്നെ എൻ്റെ കണ്ണിൽ എപ്പോഴും ഐലൈനർ കൊണ്ട് താഴെ എഴുതുന്ന സമയത്ത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ അങ്ങനെയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഐബ്രോ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നത് എനിക്ക് ഏറ്റവും പേടി എൻ്റെ പുരുകത്തുമ്പോൾ തൊടാനായിട്ട് കേസ് എനിക്ക് അറിയാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ മാത്രമാണ് എഴുതിയിട്ടില്ലെങ്കിലും എന്തോ ഒരു കുറവ് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ ആ ഒരു ബ്രൗൺ പെൻസിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടി ലിപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഇത് നല്ല പോലെ ലാസ്റ്റ് ചെയ്തിട്ട് കേസ് ആ നാളത്തെ വീഡിയോ വരുന്ന സമയത്ത് ലിപ്സ്റ്റിക്ക് പ്രേമികളാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ വരുന്നതാണ് വഴിയെ. അപ്പോൾ അതൊക്കെ ഇടാനൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കണത്. അപ്പോൾ ഇതേനെ നമ്മുടെ ഡാസ്ലറിൻ്റെ ആ ഒരു മസ്കാര വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക പീലിയും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് മസ്കാര വെച്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒട്ടും പീലില്ലാത്തതുകൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും അറിയൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച്. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മസ്കാര യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മാലയാണ് കേട്ടോ ഇതിനിടുന്നത്. എനിക്കിങ്ങനെ കുറേ 5-6 മാല അങ്ങനെയൊന്നും ഇടാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വേറെ വലിയ ലോങ് മാലയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനത്തെ മുല്ലമുട്ട് പോലെ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും അങ്ങനെ വല്ലാണ്ട് ഇടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരൊറ്റ മാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞൊരു കമ്മൽ, എപ്പോഴും ജിമിക്കാണ് ഞാൻ ഇടാറ് ഇങ്ങനത്തെ എന്താ പറയുക ട്രഡീഷണൽ ലുക്കിനൊക്കെ. പക്ഷേ ഞാൻ ഇന്നത് മാറ്റി പിടിച്ചിട്ട് ഈ ഒരു ചെറിയൊരു കമ്മലാണ് ഇട്ടത്. അപ്പോൾ ഇത് രണ്ടും ഇട്ടപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ കിട്ടി. കാരണം ഓവറായിട്ടില്ല, അങ്ങനത്തെ ഒരു സാധനം വന്നു. പിന്നെ മുഖം നിങ്ങൾ നോക്കണ്ട, കാരണം ക്യാമറയിൽ നല്ല ഭംഗിയിൽ വരണമെങ്കിൽ ഇതുപോലെ ഓവറായിട്ട് തന്നെ മേക്കപ്പ് ചെയ്യണം ഗൈസ്. പിന്നെ നമുക്ക് മുല്ലപ്പൂവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ മെയിനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിക്ക് കാണാവുന്ന രീതിയിലാണ് ഞാൻ സ്ലൈഡ് കുത്തി കൊടുത്തത്. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ഗൈസ്. വെറുതെ മുകളിലേക്ക് ഒന്ന് നീരിയിട്ട് സ്ലൈഡ് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് കോന്തിയിട്ടാണല്ലോ ചെയ്തത്. അതൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫോട്ടോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ലുക്ക്. അപ്പോൾ നാളെ നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വരുന്നതാണ്. ഇതിലും ഞാൻ യൂട്യൂബിലും ഞാൻ ഇടാം കേട്ടോ. ഇൻസ്റ്റയൊക്കെ ഇല്ലാത്തവർക്കാണെങ്കിൽ കാണാമല്ലോ. പിന്നെ എനിക്കാണെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ യൂട്യൂബിൽ കാണാമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വഴി അപ്ലോഡ് ചെയ്യണതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.